ശരിക്കും ഈ സമയത്താണ് കേട്ടോ ഇവിടെ ശരിക്കും കാണാനുള്ളത്. പക്ഷേ ഈ സമയത്ത് ഈ പ്രദേശം അത്ര വൈറലാവാറില്ല. ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതൊക്കെ നന്നായിട്ട് വൈറലാവണേ. അപ്പോൾ എന്തായാലും ഞാൻ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, മഴയൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം സ്ഥലം ഏതാണെന്നുള്ളത്. പിന്നെ ഈ മഴക്കാലം കഴിയണവരെ വൈറലാവാൻ പോണ ഒരു സ്പോട്ടാണ് ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ സ്പോട്ട് മെയിനായിട്ട് അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ്. അപ്പോൾ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വെള്ളമൊക്കെ ഇനി മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കും ഇവിടുന്ന് ഭൂതാങ്കെട്ട് ഡാം വഴി ഒഴുക്കിക്കളയും. അപ്പം ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, ഫുള്ള് പച്ചപ്പായിരിക്കും. സ്വിറ്റ്സർലൻഡ് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ. ഫുള്ള് പച്ചപ്പായിരിക്കും. ഇവിടെയൊക്കെ നല്ല തിരക്കുമായിരിക്കും ആളുകളുടെ. ഇനിയിപ്പോൾ വൈറൽ സ്പോട്ടുകളാണ്, റീൽസിലും യൂട്യൂബിലും യൂട്യൂബേഴ്സും എല്ലാം വന്നെടുക്കാൻ പോണൊരു സ്പോട്ടാണിത്. ഇപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ സാധാരണ കളിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ കളിയൊന്നുമില്ല. ഈ സ്ഥലം കണ്ടോ, ലൊക്കേഷൻ നമ്മുടെ തട്ടേക്കാടാണ് കേട്ടോ ഈ ലൊക്കേഷൻ. മഴയൊക്കെ മാറിയ കാരണമാണ് ഈ ആകാശമൊക്കെ ഇങ്ങനെ ഇരിക്കണം. മഴയൊക്കെ മാറി മേഘം തന്നെ കെട്ടി നിൽക്കുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ഇറക്കുമ്പോഴല്ല, പറ്റുമെങ്കിൽ ഈ സ്പോട്ടിലൊന്ന് വന്ന് കണ്ടു നോക്ക്. അപ്പോൾ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ ഫീൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ചെറിയ ചായക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ആളുകൾ വന്ന് കാണുന്നതുകൊണ്ടായിരിക്കും. ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് കളിയൊന്നുമില്ല ചേട്ടാ? ഇന്ന് കളിയില്ല. ഇന്ന് മഴ കാലത്ത് മഴ കാരണം എല്ലാവരും വന്നായിരുന്നു. കളിക്കാൻ വന്നായിരുന്നോ? എന്നിട്ട് അവർ പോയി, വേണ്ടെന്ന് വെച്ചു. ആൾക്കാരും ഇല്ല, തിരക്കൊന്നുമില്ല ഇപ്പോൾ? ഒന്നും പോകുന്നുണ്ടല്ലേ? ഇപ്പോൾ ചേട്ടനും കൂടെ കുറേ നാളായി കട തുടങ്ങിയിട്ട്? കഴിഞ്ഞ വർഷം. അപ്പോൾ എത്ര നാൾ വരെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇവിടെ ഈ സ്പോട്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണേ? വെള്ളം സീസൺ ആവണുള്ളൂ. ഈ വെള്ളം ഇപ്പോൾ ജൂൺ ആകുമ്പോഴത്തേക്കും, ജൂൺ 30 ആകുമ്പോഴത്തേക്കും മഴയും ഒക്കെ ഇതൊക്കെ പിടിക്കുകയാണെങ്കിൽ ഷട്ടർ തുറക്കും. ജൂൺ 30 ആകുമ്പോഴത്തേക്കും ഷട്ടർ തുറന്ന് വെള്ളം ഇറക്കി കളയൂല്ലേ? അപ്പോഴാണ് ഈ പറഞ്ഞ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ വെള്ളം കയറി കിടന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വന്നെ. അപ്പോൾ ഒന്ന് കാണാൻ കരുതി വന്നാ. വെള്ളം കയറി കിടന്നുകൊണ്ട് പൊതുവെ ആള് കുറവാണ്. പക്ഷെ വെള്ളം കയറി കിടക്കുന്നത് നല്ലതല്ലേ കാണാനായിട്ട്? അങ്ങോട്ട് ഇറങ്ങി പോവാല്ലേ? ഈ വെള്ളം കിടക്കുന്നിടത്തൊക്കെ മൊത്തം വെള്ളം ഇറങ്ങി പോകൂല്ലേ? കണ്ണുണ്ടോ ആ തെങ്ങും പറമ്പ്, അവിടെയൊക്കെ വെള്ളം ഇറങ്ങി പോകും. അവിടെയൊക്കെ ആൾക്കാർ പോയി അതിന്റെ താഴ്വശം വരും. പുഴ അങ്ങ് സൈഡാണ്. പുറം സൈഡാണ്. പുഴ അപ്പുറം സൈഡാണ്. അല്ല, കഴിഞ്ഞ വർഷം അതിന്റെ അപ്പുറമായിരുന്നല്ലേ പുഴ? ഓക്കെ മനസ്സിലായി. ഇത് ഇവിടെ പച്ചപ്പാണ്. ചെറിയൊരു അരുവി പോലെയാണ് പോണത്, ഒരു തോട് പോലെ അല്ലേ? മനസ്സിലായി. എടമലയാർ പുഴ അല്ലേ? എടമലയാർ പുഴ നേരെ പൂത്താങ്കെട്ട്. ഇവിടുന്ന് പൂത്താങ്കെട്ടിന് 1.5 കിലോമീറ്റർ പോവാ പുഴ ഈ വഴി. ഈ സ്ഥലമൊക്കെ പ്രൈവറ്റ് പാർട്ടിയുടെ ആണോ അതോ സർക്കാരിന്റെ ആണോ? പെരിയാർ വാലിയുടെ സ്ഥലമൊക്കെ പൊന്നുമ്പലേക്ക് എടുത്തിരിക്കുന്നത്. ശരി. ഇതിപ്പോ ക്ലബ്ബുകാര് 5 വർഷത്തേക്ക് ലേലത്തിൽ പിടിച്ചേക്കാം. ക്ലബ്ബുകാര് കളിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം 5 വർഷത്തേക്ക് പിള്ളേർ ലേലത്തിൽ പിടിച്ചേക്കുവാന്ന് പറഞ്ഞിട്ടോ. ഇതാണ് സ്പോട്ട്. അത് പോവാ. ഇത് ഞായറാഴ്ചയൊക്കെ ആയിട്ട് പിള്ളേർ കളിക്കാൻ വന്നപ്പോൾ രാവിലെ മഴയായിരുന്നു ഇല്ലേട്ടാ? കളിയുണ്ട്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും കളി ഉണ്ടാവാറുണ്ടല്ലേ സാധാരണ? കച്ചവടം എങ്ങനെയുണ്ട്? ശരി. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന് കച്ചവടമുണ്ട്. ഇപ്പോൾ സീസൺ ആവണമല്ലോ കേട്ടോ. സീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതാണ് ബൗണ്ടറി കുപ്പി വെച്ച് തിരിച്ചേക്കണുണ്ട്. ക്രിക്കറ്റ് കളിയാണ് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കിടക്കുന്ന സ്പോട്ടിലൊക്കെ നമുക്ക് ഇറങ്ങി പോകാമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇറങ്ങി പച്ചേട്ടൻ പറഞ്ഞ പോലെ പുഴ അങ്ങ് അറ്റത്താണ്, ആ കാണുന്നതാണ് പുഴ. അവിടം വരെ നമുക്ക് പോവാം. ഈ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് അധികം ആളുകൾ വരുന്നില്ല. പക്ഷേ ഈ മഴക്കാലത്തും ഈ സ്പോട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഇത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്കി, വണ്ടി ഇതേ ഇവിടെ ഒരു താറ് വരുന്നുണ്ടോ, റോക്സാണ്. അവിടം വരെയൊക്കെ നമുക്ക് വണ്ടി കൊണ്ട് വരാം. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ട് കയറ്റി വിടില്ല, അവിടെ കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. പക്ഷേ ഈ സ്പോട്ട് കണ്ടോ, ഈ നോക്കി നിങ്ങൾ, നല്ല രസമുണ്ടല്ലേ. മതിയായ മല, അതിൻ്റെ താഴെ ഗ്രൗണ്ട്, ഇങ്ങനെ കളിക്കാൻ പറ്റിയ അടിപൊളി ഏരിയ. നല്ല രസമുണ്ട് കാണാനായിട്ട്.
വാവ്. അപ്പോൾ പിള്ളേർ കളിക്കാൻ വേണ്ടി ഈ സ്പോട്ട് ഓരോ 5 വർഷം കൂടുമ്പോൾ പുതുക്കി എടുക്കുന്നതാണ്. ഈ സ്പോട്ടിലേക്ക് വെള്ളം കയറില്ല. അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ ഒക്കെ ഭയങ്കര രസമാണ്. ഇത്രയും ആംബുലൻസിലൊക്കെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത് രസമുള്ള കാര്യമാണല്ലേ സത്യം പറഞ്ഞാൽ. നോക്കി ചുറ്റും പുഴ, അതിൻ്റെ നടുക്കൊരു ഗ്രൗണ്ട്, അതേ ആ റോക്സ് വന്ന് നോക്കി. വാവ് ടടാ. രജിസ്റ്റേർഡ് വണ്ടിയുടെ പുത്തൻ വണ്ടി. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഉണ്ടത്. അപ്പോൾ നമ്മുടെ ഭൂതത്താങ്കട്ടിൻ്റെ റിസർവോയറാണ്. ഭൂതത്താങ്കട്ട് വെള്ളം പിടിച്ച് കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കമ്പിച്ച് കയറി കിടക്കണേ. അപ്പോൾ മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മുടെ ഡാമൊക്കെ തുറക്കും. അപ്പോൾ ഇവിടുത്തെ വെള്ളം മുഴുവനും ഇറങ്ങിപ്പോവും. അതാണ് സാധാരണ ചെയ്യണത്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് പോകാം കേട്ടോ. അതിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് പോയി നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും. പറ്റുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം, പണ്ടത്തെ ക്ലിപ്പ്, അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക്, പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിത് അങ്ങ് കാണുന്ന സ്പോട്ടിൽ വരെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് നടന്നു പോകാം. ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും കേട്ടോ. ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഈ വെള്ളം കയറി കിടക്കുന്നത് കാണാനായിട്ട് അങ്ങനെ അധികം ആളുകളൊന്നും വരുന്നില്ല. ഈ സ്പോട്ട് പക്ഷേ അടിപൊളിയാണ്. ഈ സമയത്തും കാണാൻ അടിപൊളിയാണ്. ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടും കാണാൻ അടിപൊളിയാണ്. കണ്ടോ, ഇതിങ്ങനെ പുഴ വന്നിട്ട് അതിൻ്റെ ബാക്കിൽ മല. ഓക്കെ, ഏകദേശം ഇനി ഒരു മാസത്തിൽ താഴെ ഉണ്ടാവുള്ളൂ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇറക്കി വിടും. അപ്പം ഈ സ്ഥലം ഇങ്ങനെ തന്നെയാണെന്ന് വന്ന് കണ്ടു നോക്കുക. അടിപൊളി പ്ലേസാണ്. ഇപ്പം ഇപ്പം മഴ സമയം കൂടെ തുടങ്ങിയോണ്ട് കുറച്ചും കൂടെ രസമാണ് കേട്ടോ കാണാനായിട്ട്. ഈ ബാക്കിൽ ഫുള്ള് വെള്ളമാണ്. അപ്പുറം ബാക്കിൽ പെരിയാറാണ് കേട്ടോ. പെരിയാറ് നോക്കി, ഈ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓ എന്താ ഭംഗിയില്ലേ, അടിപൊളി. നല്ല ഇടിയൊക്കെ വിടണം കേട്ടോ. അടുത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സ്ഥലം കണ്ടോ, എൻ്റെ ബാക്കിൽ കണ്ടോ. ഇപ്പോൾ ഈ സ്ഥലം ഇനി ഇതുപോലെ അധികം അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് മാത്രമേ ഇതുപോലെ വെള്ളം ഇവിടെ കയറി കിടക്കുന്നുണ്ടാവുള്ളൂ. അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇറക്കി വിടും. നമ്മുടെ ഭൂതത്താങ്കട്ട് ഡാമിൻ്റെ അകത്ത് ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഫുള്ള് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇത് ഫുള്ള് പച്ചപ്പായിരിക്കും കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ പച്ചപ്പായിരിക്കും. നമുക്ക് ആ കാണുന്ന സ്പോട്ടിൽ വരെ പയ്യെ നടന്നു പോകാൻ പറ്റുന്ന അത്രയും വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നിലയൊന്നും ഉണ്ടാവില്ല, ഭയങ്കര വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് സീസൺ ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇവിടെ മൊത്തം വെള്ളം ഇറങ്ങി കിടക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഈ സമയത്തും കൂടി ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക. അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ ഭൂതത്താങ്കട്ട് വന്ന വഴിക്ക് ഭൂതത്താങ്കട്ട് കഴിഞ്ഞിട്ട് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തട്ടേക്കാട് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്പോട്ട് തന്നെ. അപ്പോൾ ഈ വന്ന വഴിക്ക് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങി വരണം ഈ സ്പോട്ടിലേക്ക് എത്തണമെങ്കിൽ. അപ്പം ഒന്ന് കാണാൻ ശ്രമിക്കുക. അവധി കിട്ടുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കിപ്പം സീസൺ ഇതിൻ്റെ ഈ സ്ഥലത്തെ സീസൺ പോലെ തന്നെ ഓഫ് സീസണിലും ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ ഇവിടേക്ക് ഇപ്പം മഴയൊക്കെ ഇന്ന് രാവിലെ മഴയായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൽ കളിയില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ടൂർണമെൻറ്റും കാര്യങ്ങളും ഉള്ളതാണ്. എല്ലാ ഞായറാഴ്ച ഇവിടെ കാര്യങ്ങളും എല്ലാ ദിവസങ്ങളിലും കളികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക.